ചെയ്യിപ്പിച്ചതാണ് ഈ ബ്ലാക്ക് കളർ ജിമുക്ക. ഇതാണെങ്കിൽ ബ്ലാക്ക് ആകുമ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെയും കൂടെ ഏത് ഡ്രസ്സിന് വലിയ ജിമുക്ക പ്രിഫർ ചെയ്യുന്ന ആരാണെങ്കിലും ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ഈ ബ്ലാക്ക് കളർ ജിമുക്ക നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് രാംലീല ഇപ്പം വളരെ ഫാഷനാണ് രാംലീല. കാരണം നല്ല രാംലീല ഇടുവാണെങ്കിൽ യു ഷുഡ് നെവർ ഗോ ഫോർ എ ചെയിൻ നെക്ലസ്. കാരണം ഇത് അത്രയ്ക്കും വലിയൊരു ഹെവി ആയിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. അപ്പൊ ഇത് ഇടുവാണെങ്കിൽ നമുക്കൊരു മാല അവോയ്ഡ് ചെയ്ത് ഈസിലി ആയിട്ട് എലിഗന്റ് ആയിട്ട് നമുക്ക് നിൽക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് ഞങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു ഫാഷനാണ്. മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ചെറിയ സ്റ്റഡാണിത്. ഇതിന്റെ ഇത് ബ്ലൂ കളറാണ്. ഈ ബ്ലൂ കളറിനൊക്കെ ഒരു നല്ല ഒരു നമുക്കെന്ന് ഇതെങ്ങനെ ഇടുന്നതെന്ന് തോന്നാൻ പറ്റുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നുന്നു. അതിന്റെ തന്നെ ഗ്രീനും പിങ്കും കോമ്പിനേഷൻ ആണ് ഇത്. ഗ്രീനും പിങ്കും കോമ്പിനേഷൻ മെജോറിറ്റി ആയിട്ട് എല്ലാം വരുന്നത് ഈ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ്. സോ ദാറ്റ് എല്ലാവർക്കും എങ്ങനെയായാലും ഒരു റെഡ് ഡ്രസ്സോ ഒരു ഗ്രീൻ ഡ്രസ്സോ കാണും. മെജോറിറ്റി ഡ്രസ്സ് അതായിരിക്കും. അപ്പൊ ആ ഒരു ഗുണം. പിന്നെ നമുക്കുള്ളത് ആന്റിക്കിന്റെ പ്ലെയിൻ. ചിലര് ഇത് കല്ലൊന്നും ഇല്ലാതെ എല്ലാത്തിന്റെയും കൂട്ടത്തിൽ ഇത് ഇടാൻ പാകത്തിന് നോക്കും. പക്ഷെ അവർക്ക് അങ്ങനെ ബ്രൈറ്റ് ഗോൾഡ് ആയിട്ടുള്ളതും അവർ പ്രിഫർ ചെയ്യത്തില്ല. ഇത് ആന്റിക് ഷെയ്ഡിലുള്ള ജിമുക്കയാണ്. ആന്റിക് ഷെയ്ഡിലുള്ള. ഇത് ശരിക്കും ഇങ്ങനെ ഒരു ഇത് നമ്മളോട് പറയാറുണ്ടോ ഇന്നത് വേണം? ചിലര് ഡിമാൻഡ് ചെയ്യും ഞങ്ങൾക്ക് ഇങ്ങനെ ഇമിറ്റേഷൻ ആണെന്ന് തോന്നിക്കാത്തക്ക രീതിയിലുള്ള നല്ല ആന്റിക്കിന്റെ ഷെയ്ഡ് ഉണ്ടോ. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇത് വേണം. ഇത് കുറെ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ ലാസ്റ്റ് പീസാണ് ഇത്. വലിയ സ്റ്റഡ്. ഇതും ഈ പറയുന്നത് പോലെ തന്നെ മാല ഇല്ലാതെ നമുക്ക് ഇടാൻ പറ്റിയ ഒരു വലിയ സ്റ്റഡാണ്. ഇതിന്റെ കളേഴ്സിൽ വ്യത്യാസം വരാറുണ്ട്? ഇതിന്റെ കളേഴ്സിൽ നമ്മുടെ എല്ലാ ഇതും മൾട്ടി കളറിൽ വരും, ബ്ലൂവിൽ വരും, ബ്ലാക്കിൽ വരും, എല്ലാം ഉണ്ട്. ഇതൊക്കെ ഒരു എന്നാ പറയുക ഷോ സ്റ്റീലർ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെറൈറ്റി തന്നെ. ഇതെല്ലാം മാറ്റ് ഫിനിഷിൽ വരുന്നതുകൊണ്ട് എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ശരിയാണ്, നല്ലൊരു ഫിനിഷിംഗ് ആണ്. അതെ. ഈ ജിമുക്കയുടെ ഇത് കൂടുതൽ പ്രിഫർ ചെയ്ത് എൻ്റെ കയ്യിൽ ഈ ജിമുക്ക വാങ്ങിച്ചിരിക്കുന്നത് മുഴുവൻ മുസ്ലിംസ് ആണ് കൂടുതൽ വാങ്ങിച്ചത്. കാരണം ഈ മുഗൾ ഡിസൈനാണ് അതിലുള്ളത്. അപ്പം അത് കൂടുതൽ അവരാണ് പ്രിഫർ ചെയ്യുന്നത്. ഇതിന്റെ പല കളറിലും വരും. ബ്ലൂ തന്നെ വരും, വൈറ്റ് ഒക്കെ നന്നായിട്ട് പോകുന്നത്. കാരണം വൈറ്റ് ആകുമ്പം ഏതിൻ്റെയും കൂടെ ഇടാമല്ലോ. അത് കാരണം വൈറ്റ് ഒക്കെ നന്നായിട്ട് പോകും. ഇത് ഇപ്പൊ ഇറങ്ങിയൊരു പുതിയ ജിമുക്ക, പുതിയൊരു പാറ്റേൺ ആണ് ഈ ജിമുക്ക. ഇതിന്റെ കളർ കോമ്പിനേഷനിൽ വ്യത്യാസം. ഇതിന്റെ തന്നെ ബ്ലൂ, എല്ലാത്തിന്റെയും ബ്ലൂവും എല്ലാം ഉണ്ട്. നമുക്ക് വേണേ പറഞ്ഞ് ചെയ്യിപ്പിക്കാം. പക്ഷെ ടൈം എടുക്കുമെന്നേ ഉള്ളൂ. ഇതിന്റെ ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പക്ഷെ നമ്മൾ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കിപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് ഉറപ്പുള്ളതാണെങ്കിൽ നമുക്കത്, കാരണം നമുക്ക് 1-2 പീസോ ആയിട്ട് നമുക്ക് പണിയാൻ പറ്റില്ല. നമ്മുടെ ആൾക്കാരോട് പറയുമ്പോൾ മിനിമം ഒരു 25 പീസിന്റെ ആൾക്കാർ ഓർഡറെങ്കിലും കൊടുക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് ഷുവർ ഷോട്ട് ആയിട്ട് പോകുന്നുള്ളതാണെങ്കിൽ കളേഴ്സ് നമുക്ക് പറയാം. കളേഴ്സിന്റെ വ്യത്യാസം നമുക്ക് പറയാം. 25 കളർ കോമ്പിനേഷനിൽ ചെയ്തു തരും. അതിന്റെ തന്നെ യെല്ലോയും ഉണ്ടായിരുന്നു. ആക്ച്വലി അത് സോൾഡ് ഔട്ട് ആയി. കാരണം യെല്ലോയൊന്നും കിട്ടത്തില്ലല്ലോ, വെരി റെയർലി. ഇത് വേറൊരു സ്റ്റഡാണ്. ആക്ച്വലി ഇതൊക്കെ ആ ഒരു ടൈപ്പാണ്. നമ്മൾ നെക്ലേസ് ഇല്ലാതെ സ്റ്റഡ് മാത്രം. ഇത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ നമ്മൾ ചെയ്യിപ്പിച്ചാണ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സെറ്റിന്റെ കൂടെ ആണെങ്കിലും എന്തിന്റെ കൂടെ ആണെങ്കിലും ഇത് ചെയ്യാം. ഇതും അതുപോലെ തന്നെ കാറ്റഗറി വരുന്ന ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡാണ്. ഇതാണ് ജിമുക്ക. പിന്നെ നമ്മുടെ നോർമൽ ടെമ്പിൾ ഡാൻസിനുള്ള ഓർണമെന്റ്സ് പോലെ വരുന്ന ഡാൻസ് സ്കൂൾ അങ്ങനെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഡാൻസ് അങ്ങനെയുള്ള നമ്മുടെ അടുത്ത് എത്താറുണ്ടോ? ആക്ച്വലി ഇപ്പം ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ടെമ്പിൾ ഡാൻസിന്റെ ഓർണമെന്റ്സ് എന്ന് പറയുന്നത് ടെമ്പിൾ ജ്വല്ലറീസ് ആണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ആൾക്കാർ കുറച്ചാണ് ടെമ്പിൾ ഓർണമെന്റ്സ്. എല്ലാവരും ഈ ടൈപ്പാണ് പ്രിഫർ ചെയ്യുന്നത്. എല്ലാവരും വെറൈറ്റിക്കാണ് പോകുന്നത്. ടെമ്പിൾ അല്ല, കാരണം ട്രഡീഷണൽ വേ ഓഫ് ഡാൻസിങ് ഈസ് ഓൾവേസ് വിത്ത് ടെമ്പിൾ ജ്വല്ലറീസ്. പക്ഷെ എല്ലാവരും അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് നോക്കുമ്പോഴത്തേക്കും പല നെക്ലസുകളും അങ്ങനെ നമ്മുടെ ഡാൻസിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇതതുപോലെ ടെമ്പിൾ സീരീസിൽ വരുന്ന വേറൊരു ജിമുക്കയാണ്. ഇതൊക്കെ വലുതാണ്. നല്ല ഒരു എന്താ പറയുക ഹെവി ഈ പേൾ ക്ലസ്റ്റർ ആയിട്ടുള്ള പേൾ വരുന്ന സീരീസ് നല്ല ഹെവിനെസ് കാണും. മറ്റ് ജിമുക്കകളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനൊക്കെ നല്ല ഹെവി ആയിരിക്കും. ഇത് പിന്നെ വേറൊരു മണി ബെല്ലിന്റെ ഷേപ്പിലുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ജിമിക്കയാണ്.
നല്ല ഭംഗിയുള്ള അത് നല്ല ഐ മീൻ ഇതിന്റെ എല്ലാ കളർ കോമ്പിനേഷൻസും ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ അതുപോലെ ഇതൊരു വെറൈറ്റി ജിമിക്കയാണ്. ആക്ച്വലി എനിക്ക് ജിമിക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആണ്. അത് കാരണം ഇതിൽ എന്ത് വെറൈറ്റിയും ഞാൻ പരീക്ഷിക്കും. ഇതൊക്കെ നല്ല ഐ മീൻ ഒരു ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് സാധാരണ എവിടെയാണെങ്കിലും വേണമെങ്കിലും ഇട്ടുകൊണ്ട് പോകാം. പിന്നെ ഇത് അതുപോലെ തന്നെ വേറൊരു ഷേപ്പിൽ വരുന്ന ജിമിക്കയാണ്. വൈറ്റ് ആണ്. ഇതിന്റെ തന്നെ കളർ കോമ്പിനേഷൻസ്. ഇതിൽ മൾട്ടീഷ് കളർ ഉണ്ട്, റെഡ് തന്നെ ഉണ്ട്, ബ്ലൂ തന്നെ ഉണ്ട്. ഇതിപ്പോ വൈറ്റ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതാണ് നോർമലായിട്ട് എല്ലാവരും ആദ്യം മുതലേ പണ്ട് മുതലേ ഉള്ള ഒരു ഇതാണ് കെമ്പ്. ഇത് നമ്മുടെ പ്രത്യേകത, നമ്മൾ ഇതിനകത്ത് പല വെറൈറ്റി കളർ കോമ്പിനേഷൻസ് ട്രൈ ചെയ്യും. ഇത് റൂബി കളറാണ്. ആക്ച്വലി ഇതിന്റെ തന്നെ റെഡ് കളറാണ് എല്ലാരും കണ്ടിരിക്കുന്നത്. ഇത് റൂബി കളറാണ്. ഇത് നമ്മൾ ഈ റൂബിയും ബ്ലൂ സ്റ്റോൺസും വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ഗ്രീനും ബ്ലൂവും വെച്ചിട്ട് ചെയ്തു കൊടുക്കും. അങ്ങനെ കാരണം പക്ഷെ ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്തു. നമ്മളൊരു കെമ്പിന്റെ കുറെ സ്റ്റോൺസ് ഞാൻ നാട്ടിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് വരും. എന്നിട്ട് ആവശ്യമുള്ളവർക്കനുസരിച്ച് അവർക്ക് ഏത് കോമ്പിനേഷനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോമ്പിനേഷനിൽ നമ്മുടെ കയ്യിൽ സ്റ്റോൺസ് ഉള്ളതാണെങ്കിൽ ആ കോമ്പിനേഷനിൽ ചെയ്തു നമുക്ക് നാട്ടിൽ നിന്ന് ഇത് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഇതുണ്ട്. നമ്മൾ പിന്നെ നമ്മുടെ എല്ലാത്തിന്റെയും പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ പോളിഷ്. ഇപ്പൊ ഞാൻ വാങ്ങിക്കുന്ന ആളുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് ഞാനത് ഒന്നും കൂടെ ക്വാളിറ്റി റീഅഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ എൻ്റെ ആൾക്കാരുടെ അടുത്ത് കൊടുത്തിട്ട് ഡബിൾ പോളിഷ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് അതിനൊക്കെ ഉള്ള നമുക്ക് 100% ഗ്യാരണ്ടിയാണ് നമ്മുടെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണെന്നുള്ള കാര്യം. നമുക്ക് നെക്ലേസിലേക്ക് പോകാം. അതായത് നെക്ലസ് പല റേഞ്ചിലുള്ളതുണ്ട്. 1 ഗ്രാം ഡിസൈനർ ഗോൾഡിലുള്ള നെക്ലസിനെല്ലാം നല്ല റേറ്റുമാണ്. എന്നാൽ അതിന് അതുപോലെ തന്നെ ക്വാളിറ്റി ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 1 ഗ്രാം ഡിസൈനർ നെക്ലസ് ആണ്. ഇത് ഗോൾഡ് അല്ലാന്ന് ആരും പറയത്തില്ല. കാരണം ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് കുറെ പേര് പറയുന്നുണ്ട്. മീൻ കല്യാണത്തിനൊക്കെ എൻഗേജ്മെന്റിനെല്ലാം ഇതുപോലെ മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും കല്യാണം. അപ്പൊ നമ്മൾ സ്വർണം നേരത്തെ മേടിച്ച് വെക്കേണ്ടി വരും. അപ്പൊ എന്താ ഇതുപോലത്തെ ആണെങ്കിൽ നല്ല റോയൽ ലുക്കും ആവും. ഇത് അങ്ങനെയല്ല, ഇത് നമ്മൾ ഒരൊറ്റ കളറിലെ വരാറ്. കാരണം നമുക്ക് ജിമിക്ക പോലെ മേടിച്ച് വെക്കാൻ പറ്റില്ല. ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള സാധനങ്ങൾ. ഇതാണ് അതിന്റെ കമ്മൽ വരുമ്പോൾ 1 ഗ്രാം അല്ല, നമ്മുടെ സ്വർണത്തിന്റെ കമ്മൽ പോലെ തന്നെയാണ് വരുന്നത്. ഇതാണ് അതിന്റെ കമ്മൽ. ഇതാണ് അതിന്റെ കമ്മൽ. കുന്തൻ സ്റ്റോൺസ് ആണ് വിത്ത് റൂബി. ശരിക്കും ഇതിന്റെ റേറ്റും ഒക്കെ നമ്മൾ ആ ഒരു ഫേസ്ബുക്ക് പേജിൽ പോയാൽ റേറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പിൻ ചെയ്യാം. നമ്മൾ റേറ്റ് പബ്ലിഷ് ചെയ്യില്ല. കാരണം നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഇന്റർനാഷണലി ഒക്കെ ഒത്തിരി അപ്പൊ നമുക്ക് ഒരു റേറ്റിൽ നമുക്ക് ഇത് നമ്മൾ ഇടുമ്പോഴത്തേക്കും എല്ലാവരോടും പറയേണ്ട ഒരു AED മീൻസ് എന്താണ് അപ്പൊ അവർക്ക് അറിയാം. അപ്പൊ അതൊരു ഡിഫറെന്റ് കളക്ഷൻസ് മാത്രം ഫേസ്ബുക്കിൽ പേജ് ഇടും. നമ്മുടെ നമ്പരും നമ്മുടെ മെയിൽ ഐഡിയും നമ്മുടെ ഇത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. അപ്പൊ അതനുസരിച്ച് എല്ലാവരും വാട്സപ്പിലാണ്. കാരണം വാട്സപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബാക്കപ്പ് ഉണ്ടാവും. ആരൊക്കെ എന്തൊക്കെ ഓർഡർ ചെയ്തു എന്നുള്ള ബാക്കപ്പ് ഉണ്ടാവും. ഇതും അതുപോലെ തന്നെ ഡിസൈനർ ഗോൾഡിൽ വരുന്ന സീരീസ് ആണ്. ഇതിനെല്ലാം അഡ്ജസ്റ്റബിൾ ത്രെഡ് വരുന്നത് കാരണം ഏത് ടൈപ്പിലും നമുക്കത് ഇത് അതുപോലെ തന്നെ വരുന്ന ഒരു സീരീസ് ആണ്. മയിലായിട്ട് ഇതെല്ലാം ഇത് 2 ഡിസൈനർ ഗോൾഡിൽ വരുന്നതാണ്. ഇതാണ് അതിന്റെ കമ്മല്. ക്യൂട്ടും ആണ്, എന്നാ അത്ര വലുതും അല്ല. ക്യൂട്ടാണ്. ഐ മീൻ എല്ലാവരും ഇപ്പൊ നോക്കുന്നത് ഹെവി ആയിട്ടുള്ളതല്ല, പക്ഷെ എങ്കിലും ഇടുമ്പോഴത്തേക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഈ സീരീസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ഏറ്റവും റേഞ്ച് കൂടിയ സീരീസ്. ഡിസൈനർ ഗോൾഡ് 1 ഗ്രാം ഗോൾഡ് കാറ്റഗറി വരുന്നത്. പിന്നെ സെക്കൻഡ് ഇതിലേക്ക് വരുന്നത് നോർമൽ 1 ഗ്രാം ഗോൾഡ് ട്രഡീഷണൽ നമ്മുടെ കേരള പീസസ് ആണ് നോർമൽ വരുന്നത്. ഇത് നമ്മൾ ആ ടൈപ്പിൽ ചെയ്ത ഒരു പീസാണ്. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഡ്സും ലോക്കറ്റും എല്ലാം നമ്മൾ പറഞ്ഞ് ഇത് ഞങ്ങൾക്ക് തന്നെ ഒരു സെപ്പറേറ്റ് ഇത് ചെയ്യാനൊരു സ്മിത്ത് ഉണ്ട്. പുള്ളിയെ കൊണ്ട് തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് നമ്മൾ തന്നെ ഇത് കൊണ്ടുപോയി ഗോൾഡ് പോളിഷ് ചെയ്തുകൊണ്ട് വരുന്ന സാധനങ്ങളാണ് ഇത് തന്നെ. ഇതിനൊക്കെ നമുക്ക് ശരിക്കും ഒരു പീസേ ഉണ്ടാവത്തുള്ളൂ അല്ലേ? അതോ അതൊക്കെ ഐ മീൻ ലോക്കറ്റ് പല ഇതിപ്പം നമ്മുടെ കയ്യിൽ ഗ്രീൻ ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ആക്ച്വലി അതിന്റെ റെഡും വയലറ്റും ഉണ്ടായിരുന്നു. അത് സോൾഡ് ഔട്ട് ആയി.
ഇതാണ് അതിന്റെ സെറ്റായിട്ട് വരുന്ന കമ്മലും പാലക്കയുടെ വളയും. ഇതൊരു ഫുൾ സെറ്റായിട്ടാണുള്ളത്. ഇതിന്റെ കൂടെ നെക്ലേസും കമ്മലും വരും. പിന്നെ വരുന്ന ഇത് അതിന്റെ തന്നെ ഒരു പിച്ചിമുട്ട് മാലയാണ്. ഇതിന്റെ സ്വർണ്ണ അതാണ് ഇതിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഇടുന്നതാണേലും ആരും പറയത്തില്ല ഇത് ഇമിറ്റേഷൻ ആണെന്ന്, സ്വർണ്ണമാണെന്ന് ഇത് പറയുള്ളൂ. അതിന്റെ വ്യത്യാസം കാണണം. അതായത് നോർമൽ ഒരു 18K പ്ലേറ്റഡ് ആയിട്ടുള്ള ഓർണമെന്റ്സും ഈ ഡിസൈനർ ഗോൾഡും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. റേറ്റ് എന്തുകൊണ്ട് കൂടുതൽ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും എനിക്ക് നമുക്ക് ഓൺലൈൻ സ്റ്റോർ ആയത് കാരണം നമുക്കിത് പറഞ്ഞു ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതൊരു ഡിസൈൻ ഇതും തമ്മിലുള്ള ടെക്സ്ചറിന്റെ വ്യത്യാസം കാണുമ്പോൾ തന്നെ അറിയാം എന്തുകൊണ്ടാണ്. ഇതിന്റെ ടെക്സ്ചർ അല്ല ഇതിന്റെ ടെക്സ്ചർ, രണ്ടും രണ്ട് ടെക്സ്ചറാണ്. അപ്പം ഒരെണ്ണത്തിന്റെ നല്ല ഹൈ റേഞ്ചും ഇത് അത്രയില്ല എങ്കിലും നല്ല റേഞ്ചിലുള്ള പ്രോഡക്റ്റ് ആണ്. പിന്നെ ബാക്കി വരുന്ന ഇതെല്ലാം 18 ക്യാരറ്റ് ഗോൾഡിൽ പ്ലേറ്റഡ് ആയിട്ട് വരുന്ന ഓർണമെന്റ്സ് ആണ് ഇതെല്ലാം വരുന്നത്. ഇതൊരു വലിയ കാശുമാലയാണ്. നമ്മൾ കൂടുതലും ട്രഡീഷണൽ പീസസിലേക്കാണ് കടക്കുന്നത്. ഇതൊരു വലിയ കാശുമാലയാണ്. ഇത് മൂന്നെണ്ണം തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്കിതിന്റെ ക്വാളിറ്റി നമുക്കിതിന്റെ കളറിന്റെ വ്യത്യാസം അറിയാം. ഇത് ഡിസൈനർ ഗോൾഡ്, ഇത് നോർമൽ. കണ്ടു നോക്കാം ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതാണ് 18 ക്യാരറ്റ് പ്ലേറ്റഡ്, ഇത് 1 gram പ്ലേറ്റഡ്, ഇത് ഡിസൈനർ ഗോൾഡ്. പിന്നെ ഇതിന്റെ സ്റ്റോൺ സ്റ്റഡഡ് വേർഷൻസ് വരുന്നുണ്ട്. ഇതാണ് അതിലൊന്ന്. ഇത് റൂബി ആയിട്ടുള്ള ലക്ഷ്മി ചെയിൻ ആണ്, നല്ല ഭംഗിയുള്ള. ഇതും മാറ്റ് ഫിനിഷ്ഡ് ആണ്. മാറ്റ് ഫിനിഷ്ഡ് എന്ന് പറയുന്നത് അതിനൊരു ഗോൾഡ് ലുക്ക് തന്നെയാണ് വരുന്നത്. നമ്മൾ കാണുമ്പോൾ അതിന് ഗോൾഡ് ലുക്ക് ഇല്ല, ഇത് എന്താ ഇങ്ങനെ ഇരിക്കും തോന്നുമെങ്കിലും ഇടുമ്പോഴത്തേക്ക് ഇതിന് നല്ല റോയൽ ആയിട്ടുള്ള ഗോൾഡ് ലുക്കാണ് വരുന്നത്. ലക്ഷ്മിയുടെ ഈ ടെമ്പിൾ കളക്ഷൻസിനകത്ത് അങ്ങനെ ഒരു വേറൊരു പ്രശ്നമുണ്ട്. കാരണം മിക്കതും വരുന്നത് വിത്ത് ഐഡിലായിരിക്കും. അപ്പം ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഉള്ള സെലക്ഷൻസ് വളരെ കുറവായിരിക്കും. നേരത്തെ കാണിച്ച ജിമിക്കൊക്കെ ശരിക്കും നല്ല ഭംഗിയുള്ളതാണ്. അത് ആർക്ക് വേണമെങ്കിലും ധരിക്കാം. അതാണ്. ഇത് ആന്റിക്കിന്റെ ഒരു പതക്കത്തിൽ വരുന്ന പതക്കം പാറ്റേണിൽ വരുന്ന മാലയാണ്. ഇത് ആന്റിക് ഷെയ്ഡിലുള്ള ഓർണമെന്റ് ആണ്. കണ്ടോ, ഇത് ആന്റിക് ഷെയ്ഡിൽ വരുന്ന ഓർണമെന്റ്സ് ആണ്. ഇതൊരു പതക്കം സീരീസിൽ നമ്മൾ പണിതിരിക്കുന്നതാണ്. കാരണം ഇപ്പൊ എല്ലാവരും വരുന്ന ചെറിയ ചെയിനില്ല വലിയ പെൻഡന്റ് ആണ് ഇപ്പൊ എല്ലാവരും ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്നാ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു ചെസ്റ്റിന്റെ അവിടം വരെ കിടക്കത്തക്ക രീതിയിലുള്ള ഒരു പാറ്റേൺ ആണിത്. പിന്നെ ഇത് നമുക്ക് കിഡ്സ് കളക്ഷൻസ് ഉണ്ട് കുറച്ച്. അതിലൊന്നാണ് ഇത്. വലിയവരും യൂസ് ചെയ്യും, പക്ഷെ കിഡ്സിനായിരിക്കും ഇത് കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് തോന്നുന്നത്. ഇത് റെഡ് മെറൂൺ സ്റ്റോൺസില് അവർക്ക് ലോങ് സ്കേർട്ട് ഒക്കെ പട്ടുപാവാടൊക്കെ ഇടാൻ നേരത്തെ ഭയങ്കര കമ്മലുണ്ട്. ഇതാണ് അതിന്റെ കമ്മല് വരുന്നത്, ക്യൂട്ടായിട്ട്. പിന്നെ വരുന്നത് പറഞ്ഞാൽ മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് വരുന്നത്. ഇതാണ് ഓരോന്ന് തുറന്നെടുക്കുമ്പോഴും ഭംഗി കൂടി വരികയാണ്. ഇത് മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള നെക്ലസ് ആണ്. ഇത് കുറച്ച് ട്രെൻഡിയാണ്, ട്രെൻഡി സീരീസിൽ പെടുന്നത്. കാരണം ഇതിനൊക്കെ ഒരു പോളിഷ്ഡ് ഒരു ഗോൾഡ് ലുക്ക് ഇല്ല. ഇതിന് ആ ഗോൾഡ് ലുക്ക് ഇല്ല. കൂടുതൽ ആൾക്കാർ ഇത് ഇത് ഞാൻ ഇന്റർനാഷണലൊക്കെ കുറെ ഷിപ്പ് ചെയ്തതാണ്. കാരണം അവർക്ക് ഒരു ഫാഷൻ ഷോ പോലെ വന്നപ്പോഴത്തേക്ക് അവർക്ക് ട്രഡീഷണലും ആയിരിക്കണം എന്നാൽ തൊട്ട് ട്രെൻഡി ആയിരിക്കണം. കാരണം രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു കൾച്ചറിന്റെ റെപ്രസെന്റേഷനായിട്ട് വന്നപ്പോഴത്തേക്കും ഇപ്പൊ എന്താണ് കാരണം ഇതൊരു തിളക്കമില്ലാത്ത കാരണം ഇതൊരു ട്രെൻഡി സീരീസിൽ പെടുന്നതായത്. ഒരു കാശുമാലയുടെ ഒരു ഫോമിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന് ആ പോളിഷിംഗ് ഇല്ലാത്ത മാറ്റ് ഫിനിഷ് ആയത് കാരണം അതിനൊരു ട്രെൻഡി ലുക്ക് നമ്മൾ വന്നിട്ടുണ്ട്. നമുക്കപ്പം വളയുടെ കളക്ഷനോട് ഒന്ന് എളുപ്പം കണ്ടുവരാം. സമയം വളകളും മാലകളും കണ്ടിരുന്നു, സമയം പോയത് നമ്മൾ അറിഞ്ഞതേ ഇല്ല. ഇതൊക്കെയാണ് നമ്മുടെ ഇത് വരുന്നത്. വള കെമ്പിലും വരുന്നുണ്ട്, നമ്മൾ റൂബീസ് എല്ലാത്തിലും വരുന്നുണ്ട്. ഇത് ഒരു നവരത്നത്തിന്റെ പാറ്റേണിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വളയാണ്. എല്ലാ കളറുണ്ട്, എല്ലാ ഡ്രസ്സിന്റെയും കൂടെ യൂസ് ചെയ്യാം. പിന്നെ ഇത് സ്ക്വയർ ഷേപ്പിൽ വരുന്നതാണ്. നമ്മൾ റൗണ്ടിലാണ് കൂടുതലും കണ്ടിരിക്കുന്നത്, പക്ഷെ ഇത് സ്ക്വയറിൽ വരുന്നതാണ്. ഇത് അതുപോലെ 3D ആയിട്ട് വരുന്നതാണ്. ഫുൾ കെമ്പ്, അതായത് ഉള്ളില് ഫുൾ മുത്തായിട്ട് വരുന്നതാണിത്. അത് കാരണം ഈ ബാങ്കിളിനൊക്കെ നല്ല റേറ്റുമാണ്. ഇത് റൂബി എമറാൾഡ് സീരീസിൽ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചൊരു ബാങ്കിളാണ്.
ഇതൊക്കെ പല സൈസിലുള്ളതുണ്ടോ അതോ ഇത് പല സൈസ് അത് പറയുന്നത് നമ്മൾ ഇട്ട് കഴിഞ്ഞ ഉടനെ ഇതിന്റെ 2.6 2.4 ഒക്കെ ആദ്യമേ പോകും. പിന്നെ 2.8 നമ്മുടെ കയ്യിൽ എപ്പോഴും എല്ലാത്തിന്റെയും കാണും. അത് ഇതാണ് നമ്മുടെ പാലക്കാട് നാഗപടത്തിന്റെ വള വരുന്ന സീരീസ്. ഇത് 1 gram ഗോൾഡ് ആണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ വലിയ മുകൾ ടൈപ്പ് വരുന്നതാണ് ആ വള. ഇതൊക്കെയാണ്. പിന്നെ ആ വരുന്നത് കടാസ് ആണ്. അത് ബെൽറ്റ് സ്ക്രൂ ടൈപ്പ് കയറ്റി ഇടുന്ന ടൈപ്പാണ് ഇതെല്ലാം വരുന്നത്. കയറ്റി ഇടുന്ന പാറ്റേൺ ആണ് ഇതെല്ലാം. സ്ക്രൂ ടൈപ്പ് ആണ് അല്ലേ? സ്ക്രൂ ടൈപ്പ് ആണ് കടാസ്. അതൊക്കെ ഏത് സൈസിനുള്ളത് ഇത് വേണമെങ്കിലും ചെയ്തു. അപ്പൊ നമുക്ക് എന്താണ് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കണം. ഈ ഒരു അരമണിക്കൂർ ശരിക്കും പോയോ നമ്മൾ പല ടൈപ്പ് ടെമ്പിൾ കളക്ഷൻ അങ്ങനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ശരിക്കും തോന്നുന്നു എനിക്ക് അഞ്ജലി തന്നെയാണ് തോന്നുന്നത് ഒരു നല്ല കളക്ഷൻ നമുക്ക് കൊണ്ടുവന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് കാഴ്ച വെച്ചതെന്ന് തോന്നുന്നു. അതായത് ജിമിക്ക ശരിക്കും നല്ല വെറൈറ്റി കളക്ഷൻസ് തന്നെ. ഞാൻ പലപ്പോഴും ഈ എന്താണ് നമ്മൾ ഒരു പച്ചക്കല്ലിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചുമന്ന കല്ല് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ലൊരു ഓറഞ്ച് കളറിലൊരു കളക്ഷൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതൊക്കെ നമ്മള് ശരിക്കും ഒരു വെറൈറ്റി കളക്ഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് എല്ലാവരും പ്രേക്ഷകർക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഞ്ജലിയുടെ ഫേസ്ബുക്ക് പേജിൽ പോകുക. ഫേസ്ബുക്ക് പേജ് നമുക്ക് ഒരിക്കൽ കൂടി പറയാം. വശ്യ ഡിസൈൻസ് ആണ്. VASHYADESIGNS. ഓക്കെ, അപ്പൊ പോയിട്ട് അതിനകത്തുള്ള ലേറ്റസ്റ്റ് കളക്ഷൻസ് ഒക്കെ കാണുക. അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇൻബോക്സ് ചെയ്യുക അല്ലേ? അതെ. അപ്പം